Good morning, my dear students. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് 9 കഴിഞ്ഞു. 9ൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയത്. അതിന് എസ്സേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യലൈസേഷൻ തന്നെയാണ് ആ യൂണിറ്റ് നമ്മൾ എല്ലാത്തിലും കവർ ചെയ്ത് പോയത്. നെക്സ്റ്റ് എസ്സേ, ലാസ്റ്റ് കൺക്ലൂഷനിൽ എസ്സേ എങ്ങനെ കവർ ചെയ്യണം, എസ്സേ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ മിസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സോഷ്യലൈസേഷനിൽ the factors of socialization, the importance of socialization, the definition of socialization, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, വാല്യൂസ് ഓഫ് സോഷ്യലൈസേഷൻ എന്താണ് വാല്യൂസ്? അതായത് ട്രേറ്റ് പോസിറ്റീവ് ആൻഡ് ട്രേറ്റ് നെഗറ്റീവ്. ആറ്റിറ്റ്യൂഡ്സ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സും ഉണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സും ഉണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ മോഡൽ പെരുമാറ്റ ചട്ടങ്ങൾ, നമ്മളൊക്കെ പണ്ട് പെരുമാറ്റ ചട്ടങ്ങൾ, രീതികൾ, ഇപ്പം ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ. അതായത് ഇപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞ വേർഡ്, സൈക്കോളജിക്കൽ വേർഡ്സാണ് ആറ്റിറ്റ്യൂഡ്, ബിഹേവിയറൽ അപ്രോച്ച്. അങ്ങനെ നമ്മൾ ബി എഡൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സൈക്കോളജി പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ വേർഡിലേക്കൊക്കെ പോകുക അല്ലേ. നമ്മൾ ബി എഡിലല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കൊക്കെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഓരോരോ വേർഡ്, ടെക്നിക്കൽ വേർഡ്സ് പിന്നീട് നമ്മളെ ജീവിത സന്തത സഹചാരിയായി മാറണം ഈ വേർഡ്സൊക്കെ. മിസ് പഴയകാലം പെരുമാറ്റ ചട്ടങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്ന ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഓരോ ടെക്നിക്കൽ വേർഡ് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇന്ന് ഞെട്ടും അല്ലേ. അവൻ മിസ് ഇപ്പോൾ അത് പറഞ്ഞത് അതായത് ഇതിലേക്ക് കൊണ്ടുവരികയാണ്, ആ പറഞ്ഞ പോയിന്റുകൾ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് നോംസുകളാണ് കുറേ പഠിക്കാനുള്ളത്. അതിൽ എന്തുണ്ട്, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്, ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയറൊക്കെ. അതായത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സോഷ്യലൈസേഷൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എലമെൻറ്റ്സ് ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്? പോസിറ്റീവ് ആസ്പെക്ട്സ്, അതായത് പോസിറ്റീവ് സെക്ഷൻ അല്ലെങ്കിൽ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആക്സെപ്റ്റ് അതോറിറ്റി, ലോയൽ ആൻഡ് ഡിവോട്ടഡ്. അതായത് ഒരു വ്യക്തി ജീവിതകാലം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ലോയൽ ആൻഡ് ഡിവോട്ടഡ്. ഓക്കെ, ഡിവോട്ടഡ് മീൻസ് ലോയൽ, അല്ലെ അദ്ദേഹം അത് അനുസരിക്കുന്നവനാകുന്നത്. അതിന് നേരെ നെഗറ്റീവ് എന്താ ആറ്റിറ്റ്യൂഡ്സ് എന്താ വരുന്നത്? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എന്താ? റെബല്യൻ അല്ലേ, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് എല്ലാത്തിനും റെബല്യസ് ആയി ചിന്തിക്കുക. അതായത് ഒരു ഒന്നും ഇല്ല എന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, അക്രമകാരി. അത് റബല്യൻ എന്നൊക്കെ പറഞ്ഞാൽ വിപ്ലവം എന്നൊക്കെ പറയുന്നത്. അതായത് എന്ത് പറഞ്ഞാലും ഇല്ല, അത് അങ്ങനെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ റബല്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്സെറ്റ് വാട്ട്സ് ഗിവൺ, എന്ത് കൊടുത്താലും അക്സെപ്റ്റ് ചെയ്തോളും, എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതിൻ്റെ തന്നെ ഇഗ്നോറൻസ് ആണ്, അതായത് അജ്ഞത, ഒന്നും അറിയാത്ത പോലെ ഭാവം നടിച്ച് നടക്കുന്നത്. നെക്സ്റ്റ്, അഫെക്ഷനേറ്റ് ആണ് പറയുന്നത്. അഫെക്ഷനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് പറഞ്ഞാലും അതിലേക്കും കൂടെ ഇറങ്ങി ഗാഢത്തിൽ അങ്ങോട്ട് ഡീപ്പായിട്ട് ഗാഢതയിൽ ഇറങ്ങി ചിന്തിക്കുന്നത്. മറ്റേതെന്താ, ഡീപ്പായിട്ട് ഇറങ്ങി ചിന്തിക്കുന്നില്ല. അംബിഷ്യസ് ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. അംബിഷ്യസ് എന്ന് പറഞ്ഞാൽ വല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും, പോസിറ്റീവ് തിങ്കിങ് ആണ്, ആഗ്രഹങ്ങൾ, നമുക്ക് അത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്യണം, ആഗ്രഹങ്ങൾ അംബിഷ്യസ് ആയിരിക്കും. നെക്സ്റ്റ്, മോട്ടിവേറ്റഡ് ആവും, മോട്ടിവേറ്റഡ് ആയ ആളുകളായിരിക്കും. പോസിറ്റീവ് തിങ്കിങ്ങും അതായത് നല്ല നമ്മളെ പോസിറ്റീവ്ലി മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാവും. സെൽഫ് സാറ്റിസ്ഫൈഡ് ആൻഡ് അൺമോട്ടിവേറ്റ്, അത് അതിന് നേരെ നെഗറ്റീവ് എന്താ? സെൽഫ് സാറ്റിസ്ഫൈഡ് ആൻഡ് അൺമോട്ടിവേറ്റഡ്. സെൽഫ് സാറ്റിസ്ഫൈഡ്, സ്വയം തൃപ്തിപ്പെടുക, വേറെ ആരും തൃപ്തിപ്പെടണോ, വേറെ ആർക്കും എന്ത് ആവണമെന്നോ നമ്മൾ മൈൻഡേ ചെയ്യുന്നില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന സെക്ഷൻ. അൺമോട്ടിവേറ്റഡ് ആണ്. എന്താണ് മോട്ടിവേറ്റഡ് അല്ലാത്തത്? എന്ത് പറഞ്ഞിട്ട് കാര്യം, ഞാൻ എൻ്റെതായ തീരുമാനം, ഞാൻ അതിലൂടെ പോകുള്ളൂ, ആര് മോട്ടിവേറ്റ് ചെയ്തതിന്, ആരെന്തൊക്കെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള ചിന്ത. നെക്സ്റ്റ്, കെയറിങ്, എല്ലാവരും നല്ല നോക്കുന്നത്, എല്ലാവരും കെയർ ചെയ്ത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന മൈൻഡും, അൺകെയറിങ്, ചേർത്ത് പിടിക്കാത്ത മൈൻഡും. ചിയർഫുൾ, അതായത് സന്തോഷം. അപ്പം അപ്പുറത്ത് എന്തില്ല? അൺഹാപ്പി, സന്തോഷമില്ല. കോപ്പറേറ്റീവ്, കോപ്പറേറ്റീവ് സഹകരണമാണെങ്കിൽ അവിടെ സഹകരണം ഇല്ല. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞത് ഡിവോട്ടഡ് ആണ്, അപ്പം ഡിവോട്ടഡ് ആണ്. ഡിറ്റർമിൻ ആണ്, അതായത് ഇവിടെ അൺഷുവർ ആണ്. ഡിറ്റർമിൻ ആണ് തീരുമാനിച്ച കാര്യം നടത്തണം എന്നുള്ള ചിന്ത, അത് നല്ല പോസിറ്റീവ് തിങ്കിങ് ആണ്. പക്ഷെ അപ്പുറത്ത് എന്താ, ഡിറ്റർമിനേഷൻ ഇല്ല, നോട്ട് ഡിസിഷൻ. ദെൻ പ്രിസർവ് ആയിരിക്കും, അതായത് എല്ലാം നേടിയെടുക്കണം ഒക്കെ, എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളൊരു പോസിറ്റീവ് ആക്ട്. മറ്റേത് എന്തെങ്കിലും ഗിവ് അപ്പ് ആയിരിക്കും, അത് മതി എന്നാണ് ഉപേക്ഷിച്ച് പോകണം, ഒരു തിങ്കിങ് മെൻറ്റാലിറ്റി. നെക്സ്റ്റ്, എക്സ്പെൻസീവ് ആയിരിക്കും,
വലിയ ചിലവ്, എക്സ്പെൻസീവ് മീൻസ് ഭയങ്കര ആർഭാട എക്സ്പെൻസീവ് ആയിട്ട് മീൻസ് എന്നാൽ വില കൂടിയ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഭയങ്കര സംഭവമായിരിക്കും. ഓർഡിനറി ഇതൊന്നും ഉപയോഗിക്കത്തില്ല. അത് മറ്റേ എന്താ പറയുക, ഷർട്ടൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായ ഡിസൈനും വർക്കുകളും സംഭവമാക്കിയിട്ട് എന്താ പറയുക അവരുടെ മാത്രമേ ബ്രാൻഡഡായി മാത്രം സംഭവങ്ങൾ ഉപയോഗിക്കൂ. അങ്ങനെയുള്ള ചില പേഴ്സണാലിറ്റി നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്, അതൊരു നെഗറ്റീവ് തിങ്കിങ് ആണെന്നാണ് പറയുന്നത്. അതായത് എല്ലാ നോർമലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കേണ്ടി വരും. ക്യാഷ് ഇല്ലാത്തവരും ക്യാഷ് ഉള്ളവരെന്ത് ചെയ്യും, നല്ല ബ്രാൻഡഡും ക്യാഷ് ഇല്ലാത്തവർ അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലേ, അത് ക്യാഷിൻ്റെ പ്രശ്നമൊന്നുമല്ല. ബ്രാൻഡഡായത് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാറ്റഗറീസ് ഉണ്ട്. അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് ഇതിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്, ബ്രാൻഡഡ് ആയിട്ടുള്ള ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അതിനിവിടെ പറയുന്ന പോസിറ്റീവ് എന്താ, ബ്രാൻഡഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കുമെന്ന് വാശി പിടിക്കരുത്. നോർമലി ഉപയോഗിക്കേണ്ട ഷർട്ടുള്ള ഡ്രസ്സുകൾ നോർമലി ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫെയ്ത്ത് ഇൻ വൺസെൽഫ്, ഫെയ്ത്ത് ഇൻ അതേഴ്സ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഫെയ്ത്തുള്ള വിശ്വാസമാണ്. മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്താണ്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് മിസ്സിൻ്റെ ഒരു വിശ്വാസം. പക്ഷേ മറ്റുള്ളവരെ തികച്ചും വിശ്വസിക്കാത്ത ആളുകളുമുണ്ട്. നെക്സ്റ്റ് ഫ്ലെക്സിബിൾ ആയിരിക്കും. നല്ല തെളിഞ്ഞ വെള്ളം പോലെ ആയിരിക്കും. ഫ്ലെക്സിബിൾ ആയിരിക്കും. ഉള്ളിൽ എന്തില്ല, പകപോക്കലോ വിരോധമോ വ്യക്തിവിരോധം അങ്ങനെയൊന്നും ഇല്ലാതെ ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, പോസിറ്റീവാണ്. ഫ്രണ്ട്ലി അല്ലാത്തത് നെഗറ്റീവാണ്. ദെൻ ഗുഡ് വിൽ, നമുക്കൊരു ഗുഡ് വിൽ, സമൂഹത്തിലൊരു ഗുഡ് വിൽ, ഒരു പേരുണ്ടാവും. മറ്റവർക്ക് എന്തുണ്ടാവില്ല, പേരുണ്ടാവില്ല. ഇൽവിൽ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഗ്രേറ്റ്ഫുൾ, അൺഗ്രേറ്റ്ഫുൾ. ഹാർഡ് വർക്കിംഗ് ഉള്ള ലേസി, അറിയാലോ ഹാർഡ് വർക്കിംഗ് മീൻസ് കഠിനാധ്വാനം ഉള്ളത്. ലേസി മടിയന്മാരായിരിക്കും. ഹോണസ്റ്റ്, സത്യസന്ധത ഉണ്ടാവും. അപ്പുറത്ത് ഡിസോണസ്റ്റ് ആയിരിക്കും, സത്യസന്ധത ഉണ്ടാവത്തില്ല. ദെൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അപ്പുറത്തുള്ളതായിരിക്കും നോട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇൻവോൾവ്ഡ്, എന്ത് കാര്യത്തിൽ ഇൻവോൾവ് ആയി ചെയ്യാനുള്ള മനസ്സിന്. മറ്റത് ഒന്നിനൊരു ഇൻവോൾവ് ഇല്ലാത്തതായിരിക്കും. ഒരാൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ജലസ് ആയിരിക്കും, മറ്റത് ജലസ് അല്ലായിരിക്കും. ദെൻ മോഡസ്റ്റ് ആയിരിക്കും, മോഡേൺ തിങ്കിങ്, മോഡേൺ ആയി ചിന്തിക്കുന്ന ആളായിരിക്കും. മറ്റേത് മോഡേൺ ചിന്തിക്കാത്ത ആരായിരിക്കും. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അപ്പുറത്ത് എന്തായിരിക്കും, അൺപെർഫെക്റ്റ് ആയിരിക്കും. പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കും, അപ്പുറത്ത് നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കും. പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളായിരിക്കും, അപ്പുറത്ത് നോട്ട് പ്രാക്ടിക്കലായി ചിന്തിക്കാത്തവരായിരിക്കും. റിയലിസ്റ്റിക് ആയിരിക്കും, റിയലിസ്റ്റിക് മീൻസ് എന്താണ് എന്തോ ഒരു വാദി എന്നൊക്കെ പറയും നമ്മളില്ലേ, കറക്റ്റ് യുക്തിവാദി എന്നൊക്കെ പറയും. അതേപോലെ. പക്ഷെ മറ്റേതെന്തായിരിക്കും, അങ്ങനെ ഒന്നുമില്ല, എനിക്ക് വാദിക്കുന്നു വേണ്ട, നമ്മളെ രീതിയിലൂടെ അങ്ങനെ കഴിഞ്ഞ് പോകാന്നുള്ളൂ. റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കും. ചില ആൾക്കാർ എന്തായാലും വളരെ റെസ്പെക്റ്റ് ആയിട്ട് മറ്റുള്ള സംസാരിക്കും, ബഹുമാനിച്ച് സംസാരിക്കും. പക്ഷെ ചില ആൾക്കാർ അപ്പുറത്ത് റെസ്പെക്റ്റ് ഇല്ലാത്തവരായിരിക്കും. ഓക്കെ. ദെൻ സെൽഫിഷ് ആയിരിക്കും. ട്രസ്റ്റ് ഉണ്ടാവും, അപ്പുറത്ത് ട്രസ്റ്റുകൾ ഇല്ലാത്തതായിരിക്കും. ദെൻ വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. പോസിറ്റീവ് മൈൻഡുള്ള ആൾക്ക് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. മറ്റു ആളുകൾ എന്തായാലും വർക്ക് ഓറിയൻറ്റഡ് അല്ലാത്തവരും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ യൂണിറ്റിൽ പറയാൻ പോകുന്നത് പിയർ ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ് സോഷ്യലൈസേഷനിൽ നമുക്ക് പിയർ ഗ്രൂപ്പ്. അത് സോഷ്യലൈസേഷൻ്റെ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ അതിലൊന്നാണ്. നേരത്തെ മിസ് പറഞ്ഞിരുന്നു, ഫാമിലി പറഞ്ഞില്ലേ മിസ്, ഫാമിലി പിയർ ഗ്രൂപ്പ് പറഞ്ഞില്ലായിരുന്നോ? അതിലുള്ളതാണ് എന്ത്, പിയർ, PER പിയർ ഗ്രൂപ്പ്. പിന്നെ ഫോംസ് ഓഫ് സോഷ്യലൈസേഷൻ, ദ എലമെൻറ്റ്സ് ഓഫ് അതായത് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യലൈസേഷനിലെ ഒരു ഘടകമാണ് പിയേഴ്സും, ഇൻ ഗ്രൂപ്പും, ഔട്ട് ഗ്രൂപ്പും, ഫാമിലി. അതേപോലെ തന്നെ ഫോംസ് ഓഫ് സോഷ്യലൈസേഷൻ്റെ മറ്റ് ഘടകങ്ങളാണ് ഏതൊക്കെ? ഫോംസ് ഓഫ് സോഷ്യലൈസേഷൻ 2 ബോക്സിലാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. വാല്യൂ ലോഡഡ് സോഷ്യലൈസേഷൻ വിത്ത് വാല്യൂസ്. ദെൻ വാല്യൂ ലെസ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ വിത്തൗട്ട് വാല്യൂസ്. കറക്റ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ബോക്സിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കോൺഷ്യസ് സോഷ്യലൈസേഷൻ മീൻസ് അൺകോൺഷ്യസ് വാല്യൂ പ്ലസ് സോഷ്യലൈസേഷൻ, വാല്യൂ മൈനസ് സോഷ്യലൈസേഷൻ. പോസിറ്റീവ് സോഷ്യലൈസേഷൻ്റെ നെഗറ്റീവ് സോഷ്യലൈസേഷൻ, ഗുഡ് സോഷ്യലൈസേഷൻ ആൻഡ് ബാഡ് സോഷ്യലൈസേഷൻ. ഓക്കെ. പിന്നെ അക്സെപ്റ്റ് അതോറിറ്റി, ലോയൽ, ഡിവോട്ടഡ്, റബലിയസ് ഒക്കെ നമ്മൾ പറഞ്ഞു. റബലിയസ് ആയിരിക്കും, ജനറസ്, ഗുഡ് വിൽ, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്
സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഓഫ് ഡെവലപ്മെന്റ് ഇതിലുള്ള പോയിന്റ്സിൽ അതായത് സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഓഫ് ഡെവലപ്മെന്റ്, നമ്മുടെ വാല്യൂ ഡെവലപ്മെന്റ്, നമ്മുടെ മൂല്യങ്ങൾ എങ്ങനെ വികസിപ്പിക്കാം, അതിനുള്ള ഓരോ ഘടകങ്ങളാണ്. ആബ്സെൻസ് ഓഫ് അതോറിറ്റി, നമ്മുടെ മൂല്യങ്ങൾ സോഷ്യൽ പ്രോസസ്സിൽ നമ്മുടെ മൂല്യങ്ങൾ, ദ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ഈ വാല്യൂ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തിനൊക്കെ അനുസരിച്ചിരിക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോ ആൻഡ് ഓർഡർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രാജ്യത്ത് താമസിക്കുന്ന, അതായത് എക്സാമ്പിൾ ഇന്ത്യൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളിലാണ് അധികാരം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഭരിക്കപ്പെടുന്ന ഇതാണ് ഡെമോക്രസി അല്ലെ, ജനങ്ങളാണ് ഇവിടെ ആധിപത്യം. അപ്പോൾ ഭരണവർഗവും ജനങ്ങളും നല്ല രീതിയിൽ പോകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം, അനുസരിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അവിടെ പണിഷ്മെന്റ് ഉണ്ടാവും. കോടതി, പോലീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കേസ് വേറെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റൻസ് ഓഫ് അതോറിറ്റി, നമ്മൾ അതോറിറ്റി പറയുന്ന ലോ ആൻഡ് ഓർഡർ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അറ്റൻഷൻ ഓഫ് സീക്കിംഗ്, നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ ശ്രദ്ധ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. സോഷ്യൽ അപ്രൂവൽ, സോഷ്യലി നമ്മൾ എന്താണ്, സമൂഹത്തിൽ ജനങ്ങൾക്ക് ഒരു സദാ എന്താ പറയുക, നല്ലൊരു അച്ചടക്കത്തിൽ തന്നെ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരും. ക്രിമിനലായിട്ട് എന്തെങ്കിലും കൊലപാതകം, ഒരു ഓപ്പൺ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ സമൂഹം റിയാക്ട് ചെയ്യും. അറിയാലോ, എക്സാമ്പിൾ ഒരു സ്കൂൾ ബസ് അറിയാം, നമ്മൾ അധ്യാപിക ആയതിൽ അങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടാവും. നമ്മൾ മിസ്സൊക്കെ എത്രയോ നിങ്ങളും കാണുന്ന കാഴ്ചയാണ്. ബസ്സിൻ്റെ ബാക്കിൽ ഓടുന്ന വിദ്യാർത്ഥികൾ 4 മണി കഴിഞ്ഞ് സ്കൂൾ വിട്ട ഓടുക. ചില ഡ്രൈവർമാർ നിർത്തും, അപ്പം എന്ത് ചെയ്യും, നിർത്തുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾ കയറ്റി പോകും. പക്ഷേ ചില ബസ് ഇത്ര കയറിയാൽ മതി എന്നൊക്കെ പറയും. ഓരോരുത്തർക്കും ഓരോ ഇതാണ്, കാരണം വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്ന ബസ് വേറെയുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അതൊക്കെ സോഷ്യലൈസേഷനായി ബന്ധപ്പെടുന്നതാണ്. ലാസ്റ്റ് സോഷ്യൽ അപ്രൂവൽ. അപ്പോൾ സോഷ്യലി നമുക്ക് കിട്ടുന്ന ഒരു അപ്രൂവൽ ഉണ്ട്, മീൻസ് അതൊരു സർട്ടിഫിക്കറ്റ് അപ്രൂവൽ അല്ല. ഓക്കെ, സർട്ടിഫിക്കറ്റ് ആയിട്ട് അപ്രൂവൽ അല്ല, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നേടിയെടുക്കേണ്ട ചില നല്ല പോസിറ്റീവ് മൈൻഡാണ്. നമുക്ക് സമൂഹം, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബസ് ഡ്രൈവർ സ്ഥിരം നിർത്തി ഇങ്ങനെ കുട്ടികളെ കയറ്റുന്നതും കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറുന്നതും സൊസൈറ്റി കാണുന്നുണ്ടാവും. അത് ആ വ്യക്തി അറിയുന്നില്ലെങ്കിലും സൊസൈറ്റി കാണുന്നുണ്ടാവും. അപ്പോൾ സൊസൈറ്റി അയാൾക്കൊരു മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ എഴുതി വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ, അത് അട്ടിക്ക് കുറേ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. നമ്മളത് പ്രാക്ടിക്കലി നമുക്ക് സമൂഹം നമ്മൾ അംഗീകരിക്കുന്ന ആ ഒരു മൈൻഡിനെയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ അപ്രൂവൽ കിട്ടിയെന്ന്. അല്ല അപ്രൂവൽ, നമുക്ക് സ്കൂളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ സാലറി സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയില്ല, അത് പ്രൊഫഷണലി അപ്രൂവലാണ്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്, സോഷ്യലി അപ്രൂവൽ എന്ന് അതാണ്. ഇപ്പോൾ മിസ് ഇപ്പോൾ ഒരു ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിലാണ് ഇപ്പോൾ ഒരുവിധം സ്റ്റോറീസൊക്കെ വരിക. ജസ്റ്റ് ഒരു സ്റ്റോറിയിൽ കണ്ടതാണ്, LKG മുതൽ 10th വരെ ഒരു കുട്ടി ഒരു ബസ്സിൽ തന്നെ യാത്ര ചെയ്തു. അതിൻ്റെ വീട്ടിൽ നിന്ന് അത് ഇങ്ങനെ പോകുന്നതാണ് സ്വാഭാവികമായി സംഭവിക്കുന്ന സംഭവമാണ്. പക്ഷേ ആ ഡ്രൈവറും അതിൻ്റെ ബസ്സിൻ്റെ ഓണറും ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവരുടെ സ്വന്തം മോളെ പോലെ ബസ്സിന് പൈസ കൊടുത്താലും പിന്നീട് അത് വൈറലായത് അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവർ വിവാഹത്തിന് വലിയൊരു വിവാഹ സമ്മാനമായിട്ട് ആ ബസ്സിലെ കണ്ടക്ടറും കിളിയും ഒരൊക്കെ. അപ്പോൾ ഇവർക്ക് വയസ്സായിട്ട് വർഷങ്ങൾ കടന്നു പോവാണ്, കുട്ടി വലുതാകും തോറും ഇവർക്കൊക്കെ പ്രായം കൂടാണ്. അപ്പോൾ ഇവർ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഇയാൾ സ്റ്റേജിൽ കയറി ഒരു സമ്മാനം കുട്ടി കൈമാറുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി ഇത്രയും വർഷം ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്തൊരു മോളാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക റിലേഷനാണ് അവിടെ രൂപീകരിക്കപ്പെടുന്നത്. അതും സൊസൈറ്റിയിൽ നിങ്ങൾ കണ്ടു പഠിക്കേണ്ട ചില എക്സാമ്പിൾസ് ആണ്. അവിടെയും സ്നേഹബന്ധത്തിന് വില കാണുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്, നമ്മുടെ സോഷ്യൽ എലമെൻസിൽ essay ഒക്കെ എഴുതുമ്പോൾ എക്സാമ്പിളായിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ സിലബസിലുള്ള കാര്യം തന്നെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എക്സാമ്പിൾസും കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസസ്സും സോഷ്യലൈസ് ഫോംസും essay പോയിന്റ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.